ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഒരു ബീട്രൂട്ട് അച്ചാറിടുന്നത് എങ്ങനെയാണെന്നാണ് കൂട്ടുകാർക്ക് കാണിക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ ബീട്രൂട്ട് അച്ചാറിടുന്നത് ഒന്ന് കാണിക്കുകയാണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ. ബീട്രൂട്ട് ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞതാണ്. ബീട്രൂട്ട്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഞങ്ങളെ വീട്ടിൽ പിടിച്ച മുളകാണ്. വലിയ കാന്താരി മുളകാണ് കേട്ടോ, കാന്താരി മുളക്. വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ഇടണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ്. ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കറിവേപ്പില, പച്ചമുളക്, കാന്താരി മുളക്. വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം. ഇത് ഉലുവാണ്. ഇത് വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് എടുത്തതാണ്. അത് അച്ചാറിൽ ചേർക്കണം. പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കണം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവരും കണ്ടാലേ എനിക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാൻ പറ്റൂ. എല്ലാ കൂട്ടുകാരും കാണണം. ഷെയർ തരണം, കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഒക്കെ കാണണേ കൂട്ടുകാരെ. അങ്ങനെ സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ അച്ചാറിന് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചു. ചൂടായതിന് ശേഷം കടുകിടണം. കൂട്ടുകാരെ, കടുകിട്ടു. പൊട്ടണം. പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടണം. കൂട്ടുകാരെ, വീഡിയോ എല്ലാം കാണണേ കൂട്ടുകാർ വീഡിയോ ഒക്കെ കണ്ടാലേ ഞങ്ങൾക്ക് പുതിയ വീഡിയോയുമായിട്ട് വരാൻ പറ്റൂ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും ഇടുന്നുണ്ട്. അത് നല്ലതുപോലെ ചുമക്ക വാട്ടിയെടുക്കണം. മുളകും ഇടുന്നുണ്ട്. കാന്താരി മുളക്, വലിയ കാന്താരി മുളകാണ്, ഞങ്ങളെ വീട്ടിൽ പിടിച്ചതാണ്. കറിവേപ്പില, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ഉലുവ എല്ലാം നല്ല ചുമന്ന് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നല്ല വറുത്ത് ചുമന്ന കളറാകുമ്പോഴത്തേക്ക് പിന്നെ ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് കാന്താരി മുളക് മിക്സിയിലൊന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു 6-7 ഇടുന്നുണ്ട് കേട്ടോ. കാന്താരി മുളകും പച്ചമുളകും എത്ര അച്ചാറും ചേർത്താലും നന്നായിരിക്കും. അച്ചാർ ചള്ളാവത്തില്ല. ഞങ്ങൾ കൂടുതൽ പച്ചമുളകൊക്കെ ചേർക്കും കേട്ടോ. കുറച്ച് വാട്ടിയിടുന്നുണ്ട്, കുറച്ച് മിക്സിയിൽ പൊടിച്ചിടുന്നുണ്ട്. നല്ലതുപോലെ വറുത്തെടുക്കുന്നു. ഇതുവരെ ചുമക്കായില്ല. ചുമന്ന് വരുമ്പോഴത്തേക്ക് മസാല ഇടണം. നല്ല കുരുവിര ആവണം. നമുക്ക് അച്ചാർ വെച്ചിരുന്നെടുക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ചള്ളായിപ്പോവും. അതുകൊണ്ട് നല്ല മൂപ്പിച്ചെടുക്കണം. ചുമക്ക കളറാവണേ. കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കായമാണ്. ഇതുവരെ മൂപ്പ് ആയിട്ടില്ല. അച്ചാർ ചുമന്ന് വരുന്നുണ്ട് കൂട്ടുകാരെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ബീട്രൂട്ട് അച്ചാറാണേ. മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീർ മുളക് പൊടിയാണേ. ഈ അച്ചാർ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചയ്ക്ക് എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. നമുക്ക് നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ചുമക്ക ആവുന്നത് വരെ നമുക്ക് അത് വറുത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ ഒന്ന് ഇട്ടിരിക്കാം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ലേശം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. തോന വേണ്ട കേട്ടോ, എരി കൂടിപ്പോവും. കുരുമുളക് പൊടിയെ നല്ല ബ്രൗൺ കളറായി കണ്ട. അത് സ്റ്റൗ ഓഫ് ചെയ്ത് ആ പാത്രത്തിൻ്റെ ചൂടിലാണ് പിന്നെ മുരിഞ്ഞ് വരുന്നത്. ആ ചൂട് ആവുമ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നല്ല മുരുമുരാ വരും കേട്ടോ. അല്ലെങ്കിൽ തീ ഇട്ട് ഒടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും.
ചട്ടിയുടെ ചൂടിലാണ് പിന്നെയാണ് അത് മുരിഞ്ഞെടുക്കുന്നത്. പിന്നെ പെരുംജീരകപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടേ. പിന്നെ വാളംപുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാളംപുളി അതൊരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ അളവ് മതി കേട്ടോ. വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ആ വിനാഗിരിൻ്റെ ഗ്രേവിയിലാണ് അച്ചാർ പിന്നെ സെറ്റായി വരുന്നത്. ലേശം 1/2 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇനിയും ചേർക്കുക. ഉപ്പ് നമുക്ക് ആവശ്യം അനുസരിച്ച് ചേർക്കണേ. ബീട്രൂട്ട് ഇട്ട് കൊടുക്കണേ. ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചത് ഇടുന്നുണ്ട്. മസാലയിൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് കുറച്ച് 5 മിനിറ്റ് വേവണം കേട്ടോ ഈ മസാലയിൽ. കുറച്ച് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി കൂടെ ഒഴിക്കുന്നുണ്ട്. വിനാഗിരി എന്താ നല്ല ബീട്രൂട്ട് ഒന്ന് വെന്തെടുക്കണം കേട്ടോ. ഇച്ചിരി നേരം കിടക്കണം അടുപ്പിൽ, സ്റ്റൗവിൽ കിടക്കണം. അങ്ങനെ അച്ചാർ ബീട്രൂട്ട് ആയതുകൊണ്ട് ഇത്തിരി വേവ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം നല്ലതുപോലെ വെന്ത് വരണം. നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പം മനസ്സിലാവും വെന്തിട്ടുണ്ടോ. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ സെറ്റായെന്നാണ് അർത്ഥം. ഈ അച്ചാർ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം, അല്ലാതെ നമുക്ക് കുറച്ചെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാതെ നമുക്ക് ഇതൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ട് അച്ചാറാണ് നമുക്ക് നല്ല അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ അച്ചാർ തീരുമ്പോൾ വീണ്ടും വീണ്ടും ബീട്രൂട്ട് അച്ചാറിടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ.